ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചോട്ടി ദീപാവലിയാണ്. ഹിന്ദുമത വിശ്വാസികൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നരകാസുര വധത്തെയാണ് ഇന്ന് ഓർത്തു പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് നരകാസുര വധം കഥാരൂപത്തിൽ കേട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഭഗവാൻ മഹാവിഷ്ണു വരാഹമായി അവതരിച്ചത് ഹിരണ്യകശിപുവിന്റെ സഹോദരൻ ഹിരണ്യാക്ഷൻ പണ്ട് ഭൂമിദേവിയെയും വഹിച്ചുകൊണ്ട് പാതാളത്തിൽ പോയ സമയത്ത് മഹാവിഷ്ണു വരാഹമായി അവതരിച്ച് അവനെ വധിക്കുകയും ഭൂമിദേവിയെ തൻ്റെ തേറ്റമേൽ പൊക്കി വീണ്ടെടുത്ത് യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്തു. കോണീ രൂപത്തിലുള്ള ഭഗവാന്റെ തേറ്റ ഭൂമിദേവിയിൽ പതിച്ചപ്പോൾ ഭൂമിദേവിക്ക് ഭോഗാനന്ദ പുളകമുണ്ടാവുകയും അതിൻ്റെ ഫലമായി ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. പുത്രനെ കണ്ട ഭഗവതി ഭൂമിദേവി മാതൃവാത്സല്യത്തോടു കൂടി അവനെ രക്ഷിക്കണം എന്ന് ലക്ഷ്മീ വല്ലഭനായ നാരായണനോട് അപേക്ഷിച്ചു. സ്നേഹത്തോടുകൂടി വരാഹമൂർത്തി ഭൂമിദേവിയോട് ഇപ്രകാരം അരുളി ചെയ്തു: ഭവതി വിഷമിക്കേണ്ട, ഇവൻ എൻ്റെ പുത്രൻ തന്നെയാണ്. അസുരസ്പർശത്താൽ ദേവിക്ക് അശുദ്ധി ബാധിച്ചിരിക്കുന്ന സമയത്തുണ്ടായ പുത്രനായതുകൊണ്ട് ഇവൻ ഒരു അസുരനായി ഭവിക്കും. ഇവന്റെ പേര് നരകൻ എന്നായിരിക്കും. ഇവൻ നരകാസുരൻ എന്ന പേരിൽ അറിയപ്പെടും. അതായത് ഭൂമിദേവിയുടെയും സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായ മഹാവിഷ്ണുവിൻ്റെയും പുത്രനാണ് നരകാസുരൻ. അതിനുശേഷം തൻ്റെ പുത്രനെ അടുത്തു വിളിച്ചു നിർത്തി ഏറ്റവും മാരകവും മഹാശക്തവുമായ നാരായണാസ്ത്രം തൻ്റെ മകന്റെ രക്ഷയ്ക്കായി അദ്ദേഹം പിതൃവാത്സല്യത്തോടു കൂടി നരകാസുരന് നൽകി. പിന്നീട് മറ്റൊരസ്ത്രം കൂടി അവന് ദാനം ചെയ്തുകൊണ്ട് മഹാവിഷ്ണു ഇങ്ങനെ അരുളി ചെയ്തു: മറ്റാർക്കും നാളിതുവരെ ലഭിക്കാത്ത ഒരു ദിവ്യമായ അസ്ത്രമാണിത്. ഇതു നിന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം വിഷ്ണുവായ എന്നെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും നിന്നെ വധിക്കുവാൻ സാധിക്കുകയില്ല. പോയി വളരെ കാലം ജീവിച്ച് രാജാവായി വാഴുക. ഇങ്ങനെ പറഞ്ഞ് മഹാവിഷ്ണു തൻ്റെ പുത്രനായ നരകാസുരനെ അനുഗ്രഹിച്ചതിനു ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി. പിന്നീട് നരകാസുരൻ അനവധി കാലം അസുരന്മാരുടെ കൂടെ ജീവിച്ചതിനു ശേഷം മുരൻ എന്ന സുഹൃത്തിനോടൊപ്പം അസംഖ്യം അസുര ഭൃത്യന്മാരോടും കൂടി ഭൂമിയിൽ കാമരൂപം എന്ന രാജ്യത്തേക്ക് വരികയും പ്രാഗ്ജ്യോതിഷം എന്ന സ്ഥലത്ത് ഒരു പുരം നിർമ്മിച്ച് അതിൻ്റെ രാജാവായി അവിടെ വസിക്കുകയും ചെയ്തു. നരകാസുരൻ അസുരനാണെങ്കിലും അസുരവൈരിയായ മഹാവിഷ്ണു അവന് ഈ വിധം ആയുധങ്ങളും അനുഗ്രഹങ്ങളും നൽകിയത് അവൻ തൻ്റെ പുത്രനാണ് എന്നുള്ള സ്നേഹം വെച്ചുകൊണ്ടാണ്. നരകൻ പ്രാഗ്ജ്യോതിഷത്തിൽ അജയ്യ വീര വിക്രമനായിട്ടാണ് വാണരുളിയത്. സ്നേഹിതനായ മുരനും ഒരുമിച്ച് പല വിധത്തിലുള്ള ആസുര പ്രവർത്തികളും അവൻ ചെയ്യാൻ തുടങ്ങി. വിഷ്ണുവല്ലാതെ മറ്റാരും തന്നെ വധിക്കുകയില്ല എന്നൊരു ധൈര്യം അവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനോടാരും യുദ്ധം ചെയ്യാൻ ഉരുമ്പെട്ടതുമില്ല. എല്ലാവർക്കും വലിയ ഭയമായിരുന്നു അവനെ. പോരെങ്കിൽ വിഷ്ണുദത്തങ്ങളായ അസ്ത്രങ്ങളും അവന്റെ കൈവശമുണ്ടായിരുന്നു. പിന്നെ അവൻ ആരെ ഭയപ്പെടണം? നരകന്റെ നാമം കേട്ടാൽ ആരും ഞെട്ടിവിറയ്ക്കുന്ന ഭീകരമായ അവസ്ഥയായിരുന്നു നാട്ടിലെങ്ങും. ഹരേ കൃഷ്ണ. ദീപാവലി ആയതുകൊണ്ട് ഇവിടെ ധാരാളം ആളുകൾ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ആ ശബ്ദമാണ് നിങ്ങളെ ഇടയ്ക്കൊക്കെ കേൾക്കുന്നത്. അങ്ങനെ നരകാസുരൻ തൻ്റെ ആസുര പ്രവർത്തികളുമായി അങ്ങനെ വിളയാടി ജീവിക്കുകയാണ്. ദുഷ്ടന്മാരായ സർവ്വരാജാക്കന്മാരും അവൻ്റെ കൂട്ടുകാരും
അവന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. കൃതയുഗത്തിൽ ജനിച്ച അവൻ ത്രേതായുഗവും ജീവിച്ചു. പിന്നീട് അവൻ എവിടേക്ക് വന്നു? ദ്വാപര യുഗത്തിൽ വന്നു. കാരണം ഇവനെ കൊല്ലാൻ ആർക്കും സാധിച്ചിരുന്നില്ല. ഇവന് ഭയങ്കരമായ ആയുസ്സുമായിരുന്നു. അങ്ങനെ 3 യുഗങ്ങൾ, അതായത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ഇങ്ങനെ 3 യുഗങ്ങളിലും ഇവന്റെ ദുഷ്ടത്തരങ്ങളും കൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനെ അവൻ ഏത് യുഗത്തിൽ എത്തിച്ചേർന്നു? ദ്വാപര യുഗത്തിൽ എത്തിച്ചേർന്നു. അപ്പോഴും അവൻ അങ്ങനെ ദുഷ്ടത്തരങ്ങൾ ചെയ്ത് ജീവിക്കുകയാണ്. നരകൻ പിന്നീട് ദേവലോകത്ത് പോയി യുദ്ധം ചെയ്ത് ഇന്ദ്രനെ തോൽപ്പിച്ചു. ഇന്ദ്രമാതാവായ അതിഥിയുടെ കർണകുണ്ടലങ്ങളും ദേവന്മാരുടെ വെൺകൊറ്റക്കുടയും, അതായത് ദേവേന്ദ്രന്റെ വെൺകൊറ്റക്കുടയും കവർന്നെടുത്ത് പ്രാഗ്ജ്യോതിഷത്തിൽ കൊണ്ടുവന്ന് വെച്ചു. അതായത് ദേവമാതാവായ അതിഥിയുടെ കർണകുണ്ടലങ്ങളും ദേവേന്ദ്രന്റെ വെൺകൊറ്റക്കുടയും ഉൾപ്പെടെ കവർന്നെടുത്ത് തന്റെ നഗരമായ പ്രാഗ്ജ്യോതിഷത്തിൽ കൊണ്ടുവന്ന് വെച്ചു നരകാസുരൻ. സുഹൃതികളായ അനവധി രാജാക്കന്മാരെ വധിക്കുകയും അവരുടെ പുത്രികളായ കന്യകമാരെ അവൻ ബലമായി അപഹരിച്ചു തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ബന്ധനസ്ഥരാക്കുകയും ചെയ്തു. അങ്ങനെ 16,000 കന്യകാമണികളെ ആ ദുഷ്ടൻ അപഹരിച്ചു തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വെച്ചു. ഇത്രയും ദുഷ്ടനും നിഷ്ഠൂരനുമായ അസുരന് എന്തിനിത്ര ശക്തങ്ങളായ ആയുധങ്ങൾ ഭഗവാൻ നൽകി എന്ന് നമുക്ക് തോന്നാം. അതിന് കാരണമുണ്ട്. തന്റെ പത്നിയും അവന്റെ മാതാവുമായ ഭൂമിദേവിയെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്തതാണ്. അവൻ എന്തു കൊടിയ പാതകങ്ങൾ ചെയ്താലും അതിൻ്റെ ഭാരം ചുമക്കേണ്ടത് ആ മാതാവാണ്. മാതാവെന്ന നിലയിൽ ദേവി അതിന് സന്നദ്ധയും ആയിരുന്നു. കൂടാതെ വിഷ്ണുപുത്രൻ എന്നുള്ള നിലയിൽ അവൻ നിസാരനാകാനും പാടില്ല എന്ന ഒരു തോന്നലും ഒരുപക്ഷെ മഹാവിഷ്ണുവിന് ഉണ്ടാകണം. ദേവാസുരന്മാരാലോ മനുഷ്യരാലോ മറ്റാരാലും തന്നെയോ അവൻ വധിക്കപ്പെടാൻ പാടില്ല എന്ന് ഭഗവാൻ നിശ്ചയിച്ചതും ഒരുപക്ഷെ അതുകൊണ്ടാകാം. കാരണം ഇവൻ തൻ്റെ പുത്രനാണ്, ഇവനെ കൊല്ലാൻ ഞാനുണ്ട് എന്ന ഒരു സ്വാർത്ഥതയും ഒരുപക്ഷെ മഹാവിഷ്ണുവിന് ഉണ്ടാകാം എന്ന് നമുക്ക് തോന്നിപ്പോകാം. നരകാസുരന്റെ ഘോര പ്രവർത്തികളിൽ ദുഃഖിതനായി തീർന്ന ദേവേന്ദ്രനോട് നാരദൻ പറയുകയാണ്, അല്ലയോ ഇന്ദ്രദേവ, ദേവരാജാവേ, അങ്ങിങ്ങനെ ദുഃഖിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. വേണ്ടതുപോലെ ചെയ്യാൻ നോക്കുക. നരകാസുരൻ നാരായണമൂർത്തിയുടെ പുത്രഭാവത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിവില്ല. അദ്ദേഹം ഒന്നും ചെയ്യുകയുമില്ല. ദ്വാരകാപതിയായി വാഴുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നതുമില്ല. അദ്ദേഹം ഭക്തവത്സലനാണ്, ലോകരക്ഷകനാണ്, കരുണാവാരിധിയുമാണ്. അതിനാൽ അങ്ങ് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനെ ചെന്നുകണ്ട് സങ്കടമുണർത്തിക്കൂ, അല്ലാതെ മഹാവിഷ്ണു ഒന്നും ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ നാരദര് ദേവേന്ദ്രനോട് പറയുന്നു. അങ്ങനെ നാരദന്റെ ഉപദേശമനുസരിച്ച് ദേവേന്ദ്രൻ ദ്വാരകയിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് തന്റെ സങ്കടം ബോധിപ്പിക്കുന്നു. അദ്ദേഹം ഇന്ദ്രനെ സമാധാനപ്പെടുത്തി അയച്ചതിനു ശേഷം ഗരുഡ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു. പെട്ടെന്ന് തന്നെ ഗരുഡൻ അവിടെ എത്തിച്ചേർന്നു. സത്യഭാമയും ഒരുമിച്ച് ഭഗവാൻ ഉടൻ തന്നെ ഗരുഡന്റെ പുറത്തു കയറി പ്രാഗ്ജ്യോതിഷത്തിൽ എത്തിച്ചേർന്നു. പ്രാഗ്ജ്യോതിഷത്തിന്റെ പുറം ഭാഗത്ത് ചെന്നു നിന്നുകൊണ്ട് അദ്ദേഹം ആ നഗരം ആകെയൊന്ന് വീക്ഷിച്ചു. അതിന്റെ രഹസ്യങ്ങൾ മുഴുവനും, അതായത് ആ നഗരത്തിന്റെ രഹസ്യങ്ങൾ മുഴുവനും അദ്ദേഹം മനസ്സിലാക്കി. അതിനുശേഷം പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് ഭഗവാൻ മുരപാശദുർഗം എന്ന ആ മായക്കോട്ടയെ ശംഖുനാദ ഖഡ്ഗത്താലും
പർവായുധ ദുർഗങ്ങളെ ഗദയാലും ജലാഗ്നി വായു ദുർഗങ്ങളെ സുദർശനത്താലും ഭേദിച്ച് അകത്ത് കടന്നു. അതായത് ആ കോട്ട ഭേദിച്ച് അകത്ത് കടന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഭഗവാൻ മുഴക്കിയ പാഞ്ചജന്യത്തിന്റെ ആ ധ്വനി കേട്ട് നഗരവാസികൾ എന്താണ് ഈ ഘോര ശബ്ദം എന്നോർത്ത് ഞെട്ടിവിറച്ചു. കാവൽക്കാർ കാർ വർണ്ണനുമായി എതിർത്ത് യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്ത എല്ലാ പടയാളികളും സ്വാഭാവികമായും കാലപുരിയെ പ്രാപിച്ചു. രാജധാനി സൂക്ഷിച്ചുകൊണ്ട് വളഞ്ഞു കിടന്നിരുന്ന മുരൻ എന്ന 5 തലകളുള്ള ഘോരാസുരൻ പാഞ്ചജന്യത്തിന്റെ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. കയ്യിൽ 3 മുനകളോട് കൂടിയ ഒരു നീണ്ട ഇരുമ്പു ശൂലവുമായി അവൻ മുമ്പോട്ട് വന്നു. മുരനും ഹരിയും തമ്മിൽ അതിഘോരമായ യുദ്ധമാണ് പിന്നീട് നടന്നത്. ഗരുഡൻ തൻ്റെ കൊക്കുകളാൽ ആ അസുരനെ കൊത്തിക്കീറി. ശൂലം കൊണ്ട് അസുരൻ ഗരുഡനെയും കുത്തി മുറിവേൽപ്പിച്ചു. പലതരം മായ അസ്ത്രങ്ങൾ പ്രയോഗിച്ച് മുരൻ മുകുന്ദനുമായി യുദ്ധം ചെയ്തു. ഒടുവിൽ ഭഗവാൻ ദിവ്യാസ്ത്രം തൊടുക്കുകയും അവന്റെ ശിരസ്സുകൾ ഓരോന്നായി മുറിച്ച് അവനെ വധിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ആ യുദ്ധം, മുരനും മുകുന്ദനുമായിട്ടുള്ള യുദ്ധം നടന്നത്. മുരനും ഗരുഡനുമായും ഇതിൻ്റെ ഇടയ്ക്ക് യുദ്ധം ചെയ്തു. അങ്ങനെ മുകുന്ദൻ മുരനെ വധിക്കുന്നു. പിതാവിന്റെ മരണം കണ്ട് മുരന്റെ പുത്രന്മാരായ താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വസു, വിഭാവസു, നഭസ്വാൻ, അരുണൻ എന്നിവർ സൈന്യങ്ങളെയും കൂട്ടിക്കൊണ്ടുവന്ന് ശ്രീകൃഷ്ണനോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ അവരെല്ലാവരും ഭഗവാന്റെ അമ്പേറ്റ് പരലോകം പൂകി. കോട്ടകൾ തകർന്നതും മുരനും മക്കളും ദയനീയമായി തോറ്റതും ആരറിയുന്നു? നരകാസുരൻ അറിയുന്നു. അത് കേട്ട് നരകൻ ക്രുദ്ധനായി സമുദ്രം പോലെയുള്ള തൻ്റെ സൈന്യത്തോടും കൂടി ഭഗവാനോട് യുദ്ധം ചെയ്യുന്നതിനായി അവൻ പാഞ്ഞെടുത്തു. ആ യുദ്ധത്തിൽ നരകാസുരന്റെ സൈന്യങ്ങൾ ഒട്ടുമുക്കാലും നശിച്ചു. അത് കണ്ടപ്പോൾ അസുരൻ ഐരാവത തുല്യമായ ഒരു 4 കൊമ്പനാനയുടെ മുകളിൽ കയറി യുദ്ധം തുടർന്നു. 4 കൊമ്പുകളുള്ള 64 ആനകളായിരുന്നു നരകാസുരന് ഉള്ളത്. ബാക്കിയുള്ള 63 ആനകളും ആ ആനകളുടെയും മുകളിൽ വീരന്മാരായ യോദ്ധാക്കൾ കയറി അണിനിരന്നു. പക്ഷീന്ദ്രനായ ഗരുഡൻ അവന്റെ ചിറകുകൾ കൊണ്ട് ആ ഗജവീരന്മാരെ അടിച്ചു തെറിപ്പിച്ചു എന്ന് മാത്രമല്ല, അവന്റെ കൊക്കുകൾ കൊണ്ട് കൊത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു. നരകനും നരകാരിയും തമ്മിൽ പിന്നെയും യുദ്ധം തുടർന്നു. അസുരന്റെ ആവനാഴിയിൽ അസ്ത്രങ്ങൾ അവസാനിച്ചു. വിഷ്ണു ഭഗവാൻ നൽകിയ ദിവ്യാസ്ത്രം എടുത്ത് വിഷ്ണുവിന്റെ നേർക്ക് ആ ദുഷ്ടൻ അയച്ചു. അവൻ അറിയുന്നില്ല ആ നാരായണൻ തന്നെയാണ്, ആ നാരായണാസ്ത്രത്തിന്റെ അധികാരി തന്നെയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണൻ എന്ന് അറിയാതെ ആ ദുഷ്ടൻ വിഷ്ണു ഭഗവാൻ നൽകിയ ദിവ്യാസ്ത്രം എടുത്ത് വിഷ്ണുവിന്റെ നേർക്ക് തന്നെ പ്രയോഗിക്കുന്നു. ആ ബാണമേറ്റ് അല്പസമയത്തേക്ക് ഒരു മോഹാലസ്യം ഭഗവാൻ ഉണ്ടായി. ആ സമയത്ത് ഭാമ ഒരു ധീര വനിത എന്നതുപോലെ വില്ല് കയ്യിലെടുത്ത് പേമാരി പോലെ ശരങ്ങൾ അസുരന്റെ നേർക്ക് തൊടുത്തുവിട്ടു. അപ്പോഴേക്കും മോഹാലസ്യം മാറി ഭഗവാനും എഴുന്നേറ്റ് തൻ്റെ ദിവ്യായുധമായ സുദർശനം ഭഗവാൻ തൻ്റെ തൃക്കൈയിൽ ധരിക്കുന്നു. ആ ചക്രായുധത്തിന്റെ പ്രഭയിൽ നരകന്റെ കണ്ണുകൾ അഞ്ചിപ്പോയി. ആന പുറത്തു വെച്ചു തന്നെ അവന്റെ കണ്ഠം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ
അറുത്തു മുറിച്ച് അവനെ വധിച്ചു. അതുകണ്ട് ദേവന്മാർ പൂക്കൾ വർഷിച്ച് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. ആ സമയം ഭൂമിദേവി നരകന്റെ പുത്രനായ ഭഗദത്തനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കർണകുണ്ടലങ്ങളും അതിഥീദേവിയുടെ കർണകുണ്ടലങ്ങളും ദേവേന്ദ്രന്റെ വെൺകൊറ്റക്കുടയും കയ്യിൽ പിടിച്ചുകൊണ്ട്, ഒരു കയ്യിൽ പുത്രനെയും മറുകൈയിൽ കർണകുണ്ടലങ്ങളും വെൺകൊറ്റക്കുടയും പിടിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ വന്നു നിന്ന് തൊഴുകൈയോടുകൂടി അഭ്യർത്ഥിച്ചു, നാഥ, നരകന്റെ പുത്രനായ ഇവന് രാജ്യം അങ്ങു നൽകണം. നരകൻ അപഹരിച്ച അതിഥിയുടെ കുണ്ടലങ്ങളും ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാരുണ്യപൂർവം അങ്ങിത് സ്വീകരിക്കണം. കുണ്ടലങ്ങളും കുടയും ഭഗവാന്റെ തിരുമുമ്പിൽ കാഴ്ചയായി വെച്ച് ഭൂമിദേവി ഭഗവാനെ പല വിധത്തിലും വാഴ്ത്തി സ്തുതിച്ചു. തൻ്റെ നാഥയായ ധരാദേവിയെ സന്തോഷപൂർവം പറഞ്ഞയച്ചതിനു ശേഷം ചെന്താമരാക്ഷൻ നരകന്റെ ജഡം ആചാരവിധി പ്രകാരം സംസ്കരിക്കുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുന്നു. മഹാവിഷ്ണുവിന്റെ പുത്രനായ നരകൻ, അവൻ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെയും പുത്രൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക താല്പര്യം എടുത്തു തന്നെ ഭഗവാൻ നരകാസുരന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു. അതിനുശേഷം നരകാസുരന് മോക്ഷവും കൊടുത്തു. കാരണം വിഷ്ണുവിന്റെ കയ്യാലാണ് മരണപ്പെട്ടത്. അതുകൊണ്ട് നരകന് വിഷ്ണു സായൂജ്യ പദവും ഭഗവാൻ നൽകി അനുഗ്രഹിച്ചു. അതിനുശേഷം ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരന്റെ പുത്രൻ ഭഗദത്തനെ രാജാവായി അഭിഷേകം ചെയ്തു. അതിനുശേഷം കാരാഗ്രഹത്തിൽ കിടക്കുന്ന കന്യകാമണികളെ മോചിപ്പിക്കുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. മോചിപ്പിക്കപ്പെട്ട 16,000 കന്യകാരത്നങ്ങൾ കൃഷ്ണനെ വന്നുകണ്ട് താണു തൊഴുതു വണങ്ങി തങ്ങളുടെ സ്നേഹത്തെയും ഭക്തിയെയും നന്ദിയെയും പ്രകടിപ്പിച്ചു. അവർക്ക് നല്ല വസ്ത്രവും കുളിക്കുവാനുള്ള സൗകര്യങ്ങളും ഭക്ഷണങ്ങളും കൊടുക്കുവാൻ ഭഗവാൻ ഏർപ്പാട് ചെയ്തു. അങ്ങനെ കുളിച്ച് ശുദ്ധരായി നല്ല വസ്ത്രങ്ങളും നല്ല ആഹാരവും കഴിച്ചതിനു ശേഷം ആ കന്യകാമണികൾ ഭഗവാന്റെ മുമ്പിൽ എത്തിച്ചേർന്നു. ഭഗവാൻ കാരുണ്യപൂർവം അവരോട് അരുളി ചെയ്തു, അല്ലയോ രാജകുമാരികളെ, ഇന്നു മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങളുടെ നഗരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ഞാൻ ഉടൻ തന്നെ ചെയ്തു കൊള്ളാം. സന്തോഷമായി പൊയ്ക്കൊള്ളുക. ഇത് കേട്ടപ്പോൾ ആ കന്യകമാർ കൈകൂപ്പി തൊഴുതുകൊണ്ട് തങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാനെ അറിയിക്കുന്നു. ഭഗവാനെ, ഞങ്ങൾ എവിടെ പോവാൻ? ഞങ്ങൾക്കിനി ഒരിടവും പോകാനില്ല. അസുരന്റെ കാരാഗ്രഹത്തിൽ കിടന്ന ഞങ്ങളെ സ്വന്തം നാട്ടിൽ ചെന്നാലും ഞങ്ങളെ ആരും സ്വീകരിക്കുകയില്ല. ഞങ്ങളെ രക്ഷിച്ച അവിടുന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആശ്രയം. ആരോരുമില്ലാത്ത, ആരും തുണയില്ലാത്ത, പോകാൻ ഇടമില്ലാത്ത ഞങ്ങളെ അങ്ങ് ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം. അങ്ങ് മാത്രമാണ് ഞങ്ങൾക്കൊരു ആശ്രയം. അങ്ങയുടെ ദാസികളായി ഞങ്ങൾ ജീവിച്ചു കൊള്ളാം. ഇങ്ങനെ ആ കന്യകമാർ ഭഗവാനോട് പറയുന്നു. അവരുടെ ഭക്തി കണ്ട് ദയാവാരിധിയായ ഭഗവാൻ അവരെ തൻ്റെ ഭാര്യമാരായി സ്വീകരിച്ചു. വെറും കാമമോ മോഹമോ അല്ല ഭഗവാനെ അതിന് പ്രേരിപ്പിച്ചത്. അവരുടെ ഭക്തിയോടുകൂടിയ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം വിധേയനായി എന്നു മാത്രം. അദ്ദേഹം ഭക്തവത്സലനാണ്. ആരാരും തുണയില്ലാത്ത ആ കന്യകമാരെ ഭഗവാൻ പിന്നെ എവിടെ ഉപേക്ഷിക്കണമായിരുന്നു? അതുകൊണ്ട് ദയാവാരിധിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവരോട് ദ്വാരകയിലേക്ക് പൊയ്ക്കൊള്ളുവാൻ പറയുന്നു. അതിനുവേണ്ട ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെ അവരെ പല്ലക്കുകളിൽ കയറ്റി അംഗരക്ഷകരോടും കൂടി ദ്വാരകയിലേക്ക് അയക്കുന്നു. അതിനു പുറമെ
64 നാൽക്കൊമ്പനാനകളിൽ ഒരാനയെ മാത്രം ഭഗദത്തന് കൊടുത്തിട്ട് ബാക്കിയുള്ള 63 ആനകളെയും നരകാസുരൻ അടക്കി വെച്ചിരുന്ന അളവറ്റ രത്നധനാദികൾ അടങ്ങിയ ദന്തപേടകങ്ങളെയും ദ്വാരകയിലേക്ക് കൃഷ്ണൻ കൊടുത്തുവിട്ടു. അതിനുശേഷം പീതാംബരൻ ഭാമയും ഒരുമിച്ച് കുണ്ടലങ്ങളും വെൺകൊറ്റ കുടയുമായി നേരെ ദേവലോകത്ത് പോയി ദേവേന്ദ്രന് വെൺകൊറ്റക്കുട തിരിച്ചു കൊടുക്കുകയും ദേവമാതാവായ അതിഥിക്ക് തന്റെ കർണകുണ്ടലങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഇതാണ് ഭാഗവതത്തിലെ നരകാസുര വധം. ഇന്നേ ദിവസം ചോട്ടി ദിവാലി. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നരകാസുര വധമാണ് നമ്മൾ കേട്ട് പ്രാർത്ഥിക്കേണ്ടത്. ഇന്നേ ദിവസമാണ് ഭഗവാൻ നരകാസുരനെ വധിച്ചത് എന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.